ചോദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചാലോ? മിസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ പാട്ട് പാടി തരാൻ പോവാണ്. ഇഷ്ടപ്പെട്ട മക്കൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യാട്ടോ. മുറ്റം മുഴുവൻ മഴവെള്ളം, മഴവെള്ളത്തിൽ കളിവെള്ളം, കളിവെള്ളത്തിലെ യാത്രക്കാർ, തുമ്പപ്പൂവും തുമ്പികളും. എങ്ങനെയുണ്ട് മിസ്സിന്റെ പാട്ട്? മക്കളൊന്ന് ആലോചിച്ച് നോക്കി. നല്ല മഴ പെയ്യുമ്പോ നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ ഒട്ടും ഇഷ്ടമല്ല അല്ലെ? ഇങ്ങനെ ധാരാളം മഴ കിട്ടിയാല് നമ്മുടെ ചുറ്റുമുള്ള നദിയും പുഴയും കുളങ്ങളും ഒക്കെ നിറയൂലേ? അങ്ങനെയാണെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളെ നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോ എന്ന് മിസ് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. നമുക്കൊരു കുട്ടി ആക്ടിവിറ്റി ചെയ്യാം. നമ്മുടെ ഈ ആക്ടിവിറ്റിയുടെ പേര് ഒളിച്ചിരിക്കുന്നത് ആര്? അതായത് മക്കളെ, നിങ്ങൾക്ക് ഇവിടെ ഇതാ താഴെ കുറെ കളങ്ങൾ കാണുന്നുണ്ടല്ലേ? ഈ കളങ്ങളിലൊക്കെ ഓരോ ജീവികളുടെ പേരുമില്ലേ? അതിൽ വെള്ളത്തിൽ താമസിക്കുന്ന ജീവികളെ കണ്ടെത്തി നിറം നൽകുവോ? നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഇവിടെ ഏതൊക്കെ ജീവികളെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? പരുന്തുണ്ട്, ഉറുമ്പുണ്ട്, തവളയുണ്ട്, കുരുവിയുണ്ട്, തുമ്പിയുണ്ട്. ഇവയിൽ വെള്ളത്തിൽ ജീവിക്കുന്നവർ ആരൊക്കെയാണ്? മിസ് പറഞ്ഞു തരാം. മക്കൾ എന്ത് ചെയ്യണമെന്നറിയാമോ? അവയെ കണ്ടുപിടിച്ച് കളർ ചെയ്യണം. എന്നിട്ട് ഒളിച്ചിരിക്കുന്നത് ആരാണെന്ന് മക്കള് പറഞ്ഞു തരണം. തുടങ്ങാമല്ലേ? ആദ്യമായി മിസ് ഇതാ മുതല എന്ന് എഴുതിയത് കണ്ടല്ലോ. എല്ലാവരും കണ്ടോ മുതല എന്ന് എഴുതിയത് എവിടെയാണെന്ന്? എല്ലാവരും കണ്ടെങ്കിൽ ആ എഴുതിയ കളത്തിൽ നിങ്ങൾ കളർ കൊടുക്കണം കേട്ടോ. ഇതാണ്ട് രണ്ടിടത്ത് മുതല എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാവരും കളർ കൊടുത്തോളൂ. അടുത്തത് മീൻ എന്ന് എഴുതിയത് മക്കള് കണ്ടോ? യെസ്, മിസ് കണ്ടല്ലോ. മക്കളും മീൻ എന്ന് എഴുതിയ ഭാഗത്ത് വേഗം കളർ കൊടുത്തോളൂ. വേറെ ആരൊക്കെയാണ് ഇവിടെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ? താറാവ്. എല്ലാവരും കണ്ടോ താറാവ് എന്ന് എഴുതിയത് എവിടെയാണ് എന്ന്? മിസ് ഇതാണ്ടി താറാവ് എന്ന് എഴുതിയ ഭാഗത്തും കളർ കൊടുത്തു. ഇനി താറാവിന്റെ അടുത്ത് തന്നെ മക്കള് തവള എന്ന് എഴുതിയത് കണ്ടോ? തവള എന്ന് എഴുതിയ കളങ്ങൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് അല്ലേ? രണ്ടെണ്ണത്തിനും എല്ലാ മക്കളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കണം കേട്ടോ. ഇനി വേറെ ആരെങ്കിലും ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടോ? യെസ്, ഒരു ഞണ്ട് ഇതാണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ടല്ലേ? ഞണ്ടും ഇവിടെ രണ്ട് കളത്തിൽ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എല്ലാവരും ഞണ്ട് എന്ന് എഴുതിയ ഭാഗത്തും കളർ കൊടുക്കണം. ഇനി വേറെ ആരെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഇതാണ്ട് ഒരു ആമയല്ലേ ഇത്? ആമ എന്ന് എഴുതിയ കളങ്ങൾ എത്രയുണ്ട് ഇവിടെ? രണ്ടെണ്ണം ഉണ്ടല്ലേ? അപ്പൊ എല്ലാവരും ആമ എന്ന് എഴുതിയ കളങ്ങളിലും നിറം കൊടുക്കൂ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്ന ഏതൊക്കെ ജീവികളെ കണ്ടുപിടിച്ചു? ഞണ്ടുണ്ട്, മുതലയുണ്ട്, താറാവുണ്ട്, തവളയുണ്ട്, മീനുണ്ട്, ആമയുണ്ട്. അപ്പൊ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഒളിഞ്ഞിരിക്കുന്നത് ആരാണ്? എല്ലാവരും കണ്ടുപിടിച്ചോ? മനോഹരമായ ഒരു മത്സ്യമാണല്ലേ? ഇന്നത്തെ ഈ ഒരു കുട്ടി ആക്ടിവിറ്റി എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പൊ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.